നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് എന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ തുറന്ന് അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിൽ ആക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാനത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവ്യക്തവാക്കും കനത്ത നാവുമുള്ള ജാതികളുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കലത്രേ ഞാൻ നിന്നെ അയക്കുന്നത്. അവ്യക്തവാക്കും കനത്ത നാവും ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല. എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയം ഉള്ളവരത്രേ. എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവും ആക്കിയിരിക്കുന്നു. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗൃഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ. അപ്പോൾ ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. ജീവികളുടെ ചിറക് തമ്മിൽ തട്ടുന്ന ഒച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു. ആത്മാവെന്നെ എടുത്തുകൊണ്ടുപോയി. ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കെബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്ത് തന്നെ എത്തി. അവരുടെ മധ്യേ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ, ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാൻ ദുഷ്ടന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണൻ രക്ഷിച്ചിരിക്കുന്നു. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായ്ക കൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീതിമാൻ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കയാൽ അവൻ ജീവിക്കും. നീയും നിന്റെ പ്രാണൻ രക്ഷിച്ചിരിക്കുന്നു. യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു. അവൻ എന്നോട്, നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി. ഞാൻ കെബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ടു. ഞാൻ കവിണ്ണു വീണു. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു. നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കതകടച്ച് പാർക്ക. എന്നാൽ മനുഷ്യപുത്ര, നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. നീ ഊമനായി അവർക്ക് ശാസകനായിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും. അവർ മത്സരഗൃഹമല്ലോ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ് തുറക്കും.
നീ അവരോട് യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സര ഗൃഹമല്ലോ. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിലെ പ്രധാന വാക്യം 17, 18, 19 ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചു കൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാൻ ഞാൻ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം യെഹെസ്കേലിനോട് ആ പുസ്തകച്ചുരുളാകുന്ന ദൈവവചനം തിന്നാൻ കൽപ്പിച്ചു. യെഹെസ്കേൽ തിന്നു. അത് വായിൽ തേൻ പോലെയായിരുന്നു. അതായത് വാമൊഴിയായി ദൈവം അരുളി ചെയ്യുന്നവ നീ ഹൃദയത്തിലാക്കി ജനത്തോട് പറയണം എന്നതിൻ്റെ ഒരു ചിത്രീകരണം ആണിത്. എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം എന്ന് യേശു പറഞ്ഞത് തൻ്റെ മരണത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നല്ലേ? ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും എന്ന് യേശു പറഞ്ഞത് താന് മരിക്കുന്ന കാര്യം ആയിരുന്നു. ദൈവം യെഹെസ്കേലിനോട് വീണ്ടും പറഞ്ഞത് നീ പോയി ഭാഷാവ്യത്യാസമുള്ളവരോടല്ല, സ്വജനത്തോടാണ് പറയേണ്ടത്. വ്യത്യസ്തമായ ഭാഷയുള്ള പ്രജാതികളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ദൈവഭയമുള്ളവരായി അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ദൈവത്തോട് മത്സരിക്കുന്നവരാകയാൽ അവർ കേട്ടനുസരിക്കുകയില്ല. കേട്ടാലും കേട്ടില്ലെങ്കിലും നീ പറയണം. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ എടുത്തുകൊണ്ടുപോയി. താൻ മുമ്പ് കണ്ട ദൈവത്തിന്റെ രഥചക്രങ്ങളെയും താൻ കണ്ടു. ജീവികളുടെ ചെറുകടി ശബ്ദം താൻ കേട്ടു. തേൽ ആബീബിലെ പ്രവാസികളുടെ അടുക്കൽ ആത്മാവ് അദ്ദേഹത്തെ എത്തിച്ചു. ആത്മാവ് എടുത്തുകൊണ്ടുപോയ പലരും ബൈബിളിലുണ്ട്. ഹാനോക്കിനെയും ഏലിയാവിനെയും സ്വർഗത്തിലേക്ക് എന്നേക്കുമായിട്ട് കൊണ്ടുപോയി. പൗലൂസിനെ താൽക്കാലികമായി 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി. ഫിലിപ്പോസിനെ ഗസയിൽ നിന്നെടുത്ത് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ദൈവദർശനം കണ്ട അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ എടുത്തുകൊണ്ട് പോകപ്പെടാൻ ഇടയായ യെഹെസ്കേല് 7 ദിവസം സ്തംഭിച്ച് ഇരുന്നു പോയി. നമ്മൾ യോബിന്റെ സ്നേഹിതന്മാർ 7 ദിവസം വന്ന് സ്തംഭിച്ചിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. എന്താണ് ചെയ്യണോ, എന്താ കണ്ടത്? ഒരു സ്വപ്നം പോലെ. ഇതികർത്തവ്യത മൂടനായിപ്പോയി. 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന 7-ാം ദിവസം വീണ്ടും അരുളപ്പാടുണ്ടായി. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് പറയേണ്ടത്, അതായത് ദുഷ്ടന്മാർ തങ്ങളുടെ വഴി വിട്ട് തിരിയത്തക്കവണ്ണം നീ പ്രബോധിപ്പിക്കണം. അതായത് നമ്മുടെ കർത്താവ് അതിൻ്റെ വാക്കുകൾ അതായത് ആശയവിനിമയത്തിൻ്റെ മാതൃകയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് യേശുവിൽ ഉണ്ടായിരുന്നത് പോലെ വേറെ ആരിലും ഉണ്ടായിരുന്നില്ല. കൊച്ചു കൊച്ചു കഥകളിലൂടെ എന്ന് പറഞ്ഞാൽ ഏത് വിദ്യാവിഹീനനും മനസ്സിലാകണം. അങ്ങനെയായിരുന്നു യേശുവിൻ്റെ പ്രസംഗങ്ങൾ. പല മത നേതാക്കളുടെയും പ്രസംഗങ്ങൾ ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ യേശു അങ്ങനെയായിരുന്നില്ല. എത്ര ലളിതമായ ഭാഷയിൽ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ആണ് യേശു ആത്മീയ സത്യങ്ങൾ അറിയിച്ചിരുന്നത്. ഇവിടെ യെഹെസ്കേലിനോട് പറയുന്നത് ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കണം. അപ്പോൾ സുവിശേഷം അങ്ങനെയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ജ്ഞാനികൾക്കും അതുപോലെ എല്ലാവർക്കും ഞാൻ കടക്കാരനാണ്. ബർബർമാർക്കും ദാസന്മാർക്കും ബുദ്ധിമാന്മാർക്കും ബുദ്ധിഹീനർക്കും എല്ലാം ഞാൻ കടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് ദൈവവചനം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതക്കാരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ട്, ദൈവ വിശ്വാസമുള്ളവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ധനികരുണ്ട്, ദരിദ്രരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, വിദ്യാവിഹീനരുണ്ട്, ക്രൈസ്തു മതക്കാരുണ്ട്, അക്രൈസ്തവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ മനസ്സിലാകുന്ന നിലയിൽ സുവിശേഷം ലളിതവൽക്കരിച്ച് അതിനെ മാക്സിമം ഡൈല്യൂട്ടാക്കി അവർക്ക് സ്വീകരിക്കത്തക്കവണ്ണം, അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് വരാനിടയാകരുത്. അവർക്ക് മനസ്സിലാകണം. പൗലൂസ് ചുരുക്കം വാക്കുകൾ അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞു. അഗ്രിപ്പ രാജാവ് പറഞ്ഞത്,
ഞാൻ ക്രിസ്ത്യാനി ആയിത്തീരാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ എന്നെ ഒഴികഴിവില്ലാതെ വണ്ണം എന്നെ നീ ബന്ധിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചെയ്താൽ അവിടെ രക്തം പിന്നെ ദൈവം നമ്മോട് ചോദിക്കത്തില്ല. നമ്മൾ അവരുടെ രക്തത്തിന് ഒഴിവുള്ളവരാകുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ദോഷം വരുമെന്ന്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവവചനം പഠിച്ചു, നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്ക്, നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ആളുകൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം നാം അത് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ദോഷം വരും എന്നാണ് ഇവിടെ വായിക്കുന്നത്. 22-27 വാക്യങ്ങളിൽ ദൈവം എഹെസ്കേലിനെ സമഭൂമിയിലേക്ക് നയിച്ചു. കെബാർ നദീതീരത്ത് കണ്ട ആ ദൈവമഹത്വം വീണ്ടും കാണിച്ചു. അത് കണ്ട് നിലത്ത് വീണ എഹെസ്കേലിനെ ദൈവാത്മാവ് താങ്ങിയെടുത്ത് അവൻ്റെ വീട്ടിലേക്ക് അയച്ചു. അപ്പോൾ എഹെസ്കേലിന് ബാബേലിൽ വീടുണ്ടായിരുന്ന കാര്യം ഇവിടെ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എഹെസ്കേലിനോട് പറഞ്ഞു, നീ പോയിട്ട് വാതിൽ അടച്ച് ആ വീട്ടിൽ കഴിയുക. പക്ഷെ അവർ നിന്നെ വന്നിട്ട് കയറുകൊണ്ട് കെട്ടും. നീ ഊമനാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കുറച്ചു നാള് അങ്ങനെ ഉണ്ടാകും. എന്നാൽ ഞാൻ നിന്റെ വായ് തുറക്കുമ്പോൾ നീ അവർക്കെതിരെ സംസാരിക്കണം. അവരുടെ ആ പാപം വിട്ടു തിരിയാൻ, വിഗ്രഹാരാധന വിട്ടു തിരിയാൻ, യഹോവയെങ്കിലേക്ക് തിരിയാൻ നീ അവരെ പ്രബോധിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മത്സരഗൃഹം, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന ആളുകൾ അതറിഞ്ഞിട്ടും ദൈവം അവരെ സ്നേഹിക്കുകയാണ്. ഈ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കി കർത്താവിനെ അനുസരിച്ച് ആരാധിക്കുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.